മലയാള ചലച്ചിത്ര മേഖലയിൽ ഏറ്റവും ശക്തമായ സംഘടനകളിലൊന്നായ അമ്മ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം സംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതായിരുന്നു. ഭരണസമിതിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുൻപ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണസമിതി അംഗങ്ങളും കൂട്ടത്തോടെ രാജിവെച്ചൊഴിഞ്ഞു. ഇതിന് പിന്നാലെ സംഘടനയുടെ പ്രാഥമിക അംഗത്വം പോലും താൻ ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ രംഗത്തെത്തിയത് സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരേപോലെ ഞെട്ടിച്ചു. വെറുമൊരു പടിയിറക്കത്തിനപ്പുറം സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന വലിയ ഗൂഢാലോചനകളിലേക്കും ഗ്രൂപ്പിസത്തിലേക്കും വിരൽ ചൂണ്ടുന്നതായിരുന്നു പിന്നീട് ശ്വേത നടത്തിയ വെളിപ്പെടുത്തലുകൾ. അമ്മയുടെ ജനറൽ ബോഡി യോഗം ആരംഭിച്ചപ്പോൾ തന്നെ ഭരണസമിതിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളും പുകയുന്നുണ്ടായിരുന്നു. ഒരു വിഭാഗം അംഗങ്ങൾ നിലവിലെ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശക്തമായ നീക്കങ്ങൾ നടത്തി. എന്നാൽ വോട്ടെടുപ്പിലൂടെയുള്ള ഒരു വിഭജനത്തിന് കാത്തുനിൽക്കാതെ തങ്ങളുടെ ആത്മാഭിമാനം പണയം വെക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് ശ്വേതാ മേനോനും സഹപ്രവർത്തകരും രാജി സമർപ്പിക്കുകയായിരുന്നു. കുറ്റാരോപിതരായ ചില വ്യക്തികളുടെ കൈകളിലേക്ക് സംഘടനയുടെ നിയന്ത്രണം വീണ്ടും എത്തിക്കാനുള്ള വ്യവസ്ഥാപിതമായ ഗൂഢാലോചനയാണ് അവിടെ നടന്നതെന്ന് രാജിക്ക് തൊട്ടു പിന്നാലെ ശ്വേത മാധ്യമങ്ങളോട് തുറന്നടിക്കുകയും ചെയ്തു. തനിക്കും തന്റെ കമ്മിറ്റിക്കുമെതിരെ കൃത്യമായ ചരടുവലികൾ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് അവർ ആരോപിച്ചു. ഇത് കേവലം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ലെന്നും വളരെ നാളുകളായി സംഘടനയ്ക്കുള്ളിൽ രൂപപ്പെട്ടു വരുന്ന അസ്വസ്ഥതകളുടെ പരിണിത ഫലമാണെന്നും വ്യക്തമാക്കുന്നതായിരുന്നു അവരുടെ വാക്കുകൾ. തന്റെ പെട്ടെന്നുള്ള രാജിയെക്കുറിച്ചും അതിലേക്ക് നയിച്ച യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി പ്രതികരിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ച കുറിപ്പ് ഇതിനോടകം വലിയ ചർച്ചയായി കഴിഞ്ഞു. താൻ രാജിവെച്ചതിന്റെ പ്രധാന കാരണം വ്യക്തമാക്കിക്കൊണ്ടാണ് അവർ കുറിപ്പ് ആരംഭിക്കുന്നത്. ഞാൻ രാജിവെച്ചതിന്റെ കാരണം ആരുടെയും കളിപ്പാവയാകാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. താൻ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്നതിന് മുൻപ് തന്നെ തനിക്കെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള വേട്ടയാടലുകൾ നടന്നിരുന്നുവെന്നും ശ്വേത വെളിപ്പെടുത്തുന്നു. ചില ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും വ്യക്തികളെയും മുന്നിൽ നിർത്തി തനിക്കെതിരെ ദുഷ്പ്രചാരണങ്ങളും കെട്ടിച്ചമച്ച ആരോപണങ്ങളും പരസ്യമായി പ്രചരിപ്പിച്ചു. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് അമ്മയിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ അംഗങ്ങളുടെ പിന്തുണയോടെയാണ് താൻ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതെന്നും അവർ ഓർമ്മിപ്പിച്ചു. തനിക്ക് ലഭിച്ച ചുരുങ്ങിയ കാലയളവിൽ പൂർണ്ണമായ നീതിയോടും ആത്മാർത്ഥതയോടും കൂടിയാണ് സംഘടനയ്ക്കായി പ്രവർത്തിച്ചതെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. ഭരണസമിതിയിൽ ഇരുന്നു കൊണ്ട് ചില സുപ്രധാനമായ തിരുത്തൽ നടപടികൾക്ക് താൻ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ അതിനെയെല്ലാം ഒരു വിഭാഗം ആളുകൾ അട്ടിമറിച്ചുവെന്നും ശ്വേത ആരോപിക്കുന്നുണ്ട്. മുൻ കമ്മിറ്റികളിൽ ചില അംഗങ്ങൾ നടത്തിയെന്ന് പറയപ്പെടുന്ന സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചും മറ്റ് അപാകതകളെക്കുറിച്ചും അന്വേഷിക്കാൻ താൻ താല്പര്യപ്പെട്ടിരുന്നു. എന്നാൽ ചില താല്പര്യ കക്ഷികൾ ബോധപൂർവ്വം അതിനുള്ള അവസരങ്ങൾ നിഷേധിച്ചു. സംഘടനയിൽ പൂർണ്ണമായ സുതാര്യതയും ഉത്തരവാദിത്വം ഉറപ്പാക്കണമെങ്കിൽ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്നും ശ്വേത ആവശ്യപ്പെടുന്നു. തങ്ങളുടേതുൾപ്പെടെ കാലാവധി കഴിഞ്ഞ 2 കമ്മിറ്റികളുടെയും മുഴുവൻ കണക്കുകളും കൃത്യമായി പരിശോധിക്കണമെന്നും നിഷ്പക്ഷമായ ഒരു ഏജൻസിയെ കൊണ്ട് ഫോറൻസിക് ഓഡിറ്റ് നടത്താൻ തയ്യാറാകണമെന്നും ശ്വേതാ മേനോൻ വെല്ലുവിളിക്കുന്നുമുണ്ട്. ഈ വെല്ലുവിളി അമ്മയുടെ മുൻകാല സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വലിയ സംശയങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. താൻ പടിയിറങ്ങിയ ശേഷവും തനിക്കെതിരെയുള്ള ആസൂത്രിതമായ വ്യക്തിഹത്യകൾ അവസാനിക്കുന്നില്ലെന്ന് ശ്വേത കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നു. പുതുതായി ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളെ ഉപയോഗിച്ചാണ് തനിക്കെതിരെ ഇപ്പോൾ കഥകൾ മെനയുന്നത്. തന്റെ രാഷ്ട്രീയ നിലപാടുകളെ ചൊല്ലി ഉയർന്നു വന്ന കുപ്രചാരണങ്ങൾക്ക് അവർ കുറിപ്പിലൂടെ ശക്തമായ മറുപടി നൽകി. ഞാനൊരു സംഘീയമല്ല, കമ്മ്യൂണിസ്റ്റുകാരിയുമല്ല. BJP നയിക്കുന്ന കേന്ദ്ര സർക്കാരോ മുൻ LDF സംസ്ഥാന സർക്കാരുകളോ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. ക്ഷണങ്ങൾ ലഭിച്ചിരുന്നിട്ടും ഞാൻ പോയിട്ടില്ല. അമ്മ പ്രസിഡന്റ് ആകുന്നതിന് മുൻപും ഇല്ല, പ്രസിഡന്റായ ശേഷവുമില്ല. മറ്റുള്ളവർ ഇത്തരം ക്ഷണങ്ങൾക്ക് പിന്നിലെ പോയപ്പോൾ ഞാൻ അതിൽ നിന്നും മാറി നിന്നു. താൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചേരിയുടെ ഭാഗമാണെന്ന് വരുത്തി തീർത്ത് തന്നെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കാണ് ശ്വേത ഇവിടെ മറുപടി നൽകിയിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ഇത്തരം വ്യക്തിയാധിക്ഷേപങ്ങൾ അതിരുകടക്കുമ്പോഴാണ് ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും നിലപാടുള്ള ഒരു സ്ത്രീ എന്ന നിലയിലും സംഘടനയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാൻ താൻ തീരുമാനിച്ചതെന്നും അവർ വ്യക്തമാക്കുന്നു. തന്റെ ഈ കടുത്ത തീരുമാനത്തെ ഒരു തോറ്റോടലായി ആരും കാണേണ്ടതില്ലെന്ന് ശ്വേതാ മേനോൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിക്കൊടുത്ത് പദവികളിൽ കടിച്ചു തൂങ്ങാൻ തനിക്ക് താല്പര്യമില്ല. ആ തീരുമാനം ബലഹീനത കൊണ്ടെടുത്തതല്ല, എന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാനായിരുന്നു. സിനിമാ ലോകത്തെ പുരുഷാധിപത്യ പ്രവണതകൾക്കെതിരെയും പിന്നിലിരുന്ന സംഘടനയെ നിയന്ത്രിക്കുന്ന റിമോട്ട് കൺട്രോൾ ഭരണാധികാരികൾക്കെതിരെയുമുള്ള ഒരു സ്ത്രീയുടെ ശക്തമായ പ്രതിഷേധമായി ശ്വേതയുടെ ഈ രാജിയെ വിലയിരുത്താം. സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് ഒരു പദവിയും തനിക്ക് ആവശ്യമില്ലെന്ന അവരുടെ പ്രഖ്യാപനം മലയാള സിനിമയിലെ വലിയൊരു വിഭാഗം വനിതാ കൂട്ടായ്മകൾക്കും വലിയ പിന്തുണയാണ് നൽകുന്നത്. ശ്വേതാ മേനോന്റെയും കമ്മിറ്റിയുടെയും കൂട്ടരാജിയോടെ അമ്മ സംഘടന ഇപ്പോൾ ഒരു വലിയ ഭരണഘടനാ പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. കുറ്റാരോപിതർ വീണ്ടും സംഘടന പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന ശ്വേതയുടെ ആരോപണം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കും. ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്ന ആവശ്യം സംഘടനയ്ക്കുള്ളിലെ പല പ്രമുഖരെയും പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുമുണ്ട്. പലപ്പോഴായി വിവാദങ്ങളിൽ ചാടിയിട്ടുള്ള അമ്മ സംഘടനയ്ക്ക് ഈ പുതിയ പ്രതിസന്ധി വലിയൊരു തിരിച്ചടിയാണ്. നിലപാടുള്ള ശക്തരായ വ്യക്തിത്വങ്ങൾ പടിയിറങ്ങുമ്പോൾ സംഘടനയുടെ
ജനാധിപത്യ സ്വഭാവമാണ് നഷ്ടപ്പെടുന്നത്. വരും ദിവസങ്ങൾ ഒരു താൽക്കാലിക ഭരണസമിതി രൂപീകരിക്കാൻ പുതിയ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്.